ഡിസംബർ 22 അവസാനം ആക്റ്റീവ്ലി മാനേജ് ഇക്വിറ്റി ഫണ്ട്സിന്റെ 88% S&P BSE 100നെ അണ്ടർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഷോക്കിംഗ് ആണല്ലേ? അപ്പോൾ ഒരുപാട് ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പെട്ടെന്ന് റിട്ടേൺസ് ഉണ്ടാക്കണമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. പക്ഷേ ഇത് അത്ര എളുപ്പമുള്ള പണിയല്ല, സ്പെഷ്യലി ഇക്വിറ്റി പോലത്തെ റിസ്കി അസറ്റ്സിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈവൻ പ്രൊഫഷണൽ ഫണ്ട് മാനേജേഴ്സിന് വരെ സ്ഥിരമായിട്ട് നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പം അറ്റ്ലീസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിന്റെ അത്രയെങ്കിലും റിട്ടേൺസ് കിട്ടുമെങ്കിൽ അത് നല്ലതായിരുന്നു അല്ലേ? അപ്പം ഇവിടെയാണ് പാസീവ് ഇൻവെസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ പാസീവ് ഇൻവെസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു പ്രത്യേക സ്റ്റോക്ക് ബാസ്ക്കറ്റിന്റെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്നുള്ളത്. ഇപ്പോൾ പാസീവ് ഫണ്ട്സിലായിരിക്കും ഇൻഡെക്സ് ഫണ്ടുകളിലേക്കൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിന്റെ സെയിം പ്രൊപ്പോർഷൻ തന്നെയാണ് അവർ സ്റ്റോക്സ് കോപ്പി ചെയ്യുന്നത്. അപ്പോൾ പാസീവ് ഇൻവെസ്റ്റിംഗിന്റെ ഒരു മെയിൻ ഫിലോസഫി എന്ന് പറയുന്നത് ബൈ ആൻഡ് ഹോൾഡ് ആണ്. അപ്പോൾ സ്റ്റോക്സ് ഫ്രീക്വന്റ് ആയിട്ട് ബൈയിങ് ആൻഡ് സെല്ലിംഗ് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റിംഗ് കോസ്റ്റ് കുറയ്ക്കുക. സോ ഈ പാസീവ് ഫണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് നല്ലതാണോ? സോ ഇന്നത്തെ വീഡിയോയിൽ ഇൻവെസ്റ്റേഴ്സ് എന്തുകൊണ്ടാണ് പാസീവ് ഇൻവെസ്റ്റിംഗ് നല്ലത് എന്നുള്ളത് നമ്മൾ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ എന്താണ് ആക്റ്റീവ് ഫണ്ട്സ്, അതുപോലെ ആക്റ്റീവ് ഫണ്ട്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ എന്താണ് പാസീവ് ഫണ്ട്സ്, അതുപോലെ പാസീവ് ഫണ്ട്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ ആക്റ്റീവ് അതുപോലെ പാസീവ് ഇൻവെസ്റ്റിംഗിന്റെ ഒരു ഡീറ്റെയിൽ കമ്പാരിറ്റീവ് അനാലിസിസ് നമ്മൾ ഇന്ന് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബട്ട് അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. നമുക്ക് ആദ്യം ആക്റ്റീവ് ഫണ്ട്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആക്റ്റീവ് ഫണ്ട്സ് എക്സ്പീരിയൻസ് ഫണ്ട് മാനേജേഴ്സ് ആണ് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് അവരുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഔട്ട് പെർഫോം ചെയ്യുക എന്നതാണ്. അപ്പോൾ ബേസിക്കലി ഫണ്ട് മാനേജേഴ്സ് എക്സ്പേർട്സ് ആണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലെ സെക്യൂരിറ്റീസ് വാങ്ങുന്നതിലും വിൽക്കുന്നതിലും അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യുന്നതിലും തീരുമാനം എടുക്കുന്നത് ഈ ഫണ്ട് മാനേജേഴ്സ് ആണ്. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഇവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. സോ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതിൽ നിന്ന് റിട്ടേൺസ് ഉണ്ടാക്കാൻ മാക്സിമം നോക്കും ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫണ്ട് മാനേജേഴ്സിന് ഫണ്ടുകളുടെ പോർട്ട്ഫോളിയോ തുടർച്ചയായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് അവർക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂവ്മെന്റ് അനുസരിച്ച് പോർട്ട്ഫോളിയോ ബാലൻസ് ചെയ്യുന്നതുമായിരിക്കും, അല്ലെങ്കിൽ ഫണ്ട് മാനേജ്മെന്റ് ടീം നടത്തുന്ന റിസർച്ച് അനുസരിച്ചിട്ട് അവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിയായ സെക്യൂരിറ്റീസ് ഫണ്ട് മാനേജേഴ്സ് തിരഞ്ഞെടുക്കുന്നതിലുള്ള അവരുടെ കഴിവ് വളരെ പ്രധാനമാണ് ഇവിടെ. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആക്റ്റീവ് ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയാണ് റിസ്ക് അതുപോലെ തന്നെ റിട്ടേൺസ് തീരുമാനിക്കുന്നത്. അപ്പം ചില ആക്റ്റീവ് ഫണ്ട്സ് ഒക്കെ കൺസർവേറ്റീവ് ആയിരിക്കും, അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ നൽകും. വേറെ ചിലതൊക്കെ ഗ്രോത്തിലേക്കാണ്, അതായത് ഹൈ റിട്ടേൺസ് നേടാൻ വേണ്ടി ഹൈ റിസ്ക് ഫേസ് ചെയ്യും. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങളുടെ റിസ്ക് ടോളറൻസ് അതുപോലെ ഫൈനാൻഷ്യൽ ഗോൾ അനുസരിച്ചിട്ടായിരുന്നു നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്റ്റീവ് ഫണ്ട്സ് പല രീതിയിലുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യാവുന്ന തരത്തിൽ പല രീതിയിലുണ്ട്. അപ്പം ഇൻവെസ്റ്റേഴ്സിന് അവരുടെ റിസ്ക്, ലിക്വിഡിറ്റി അതുപോലെ ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ട് ഒരുപാട് ചോയ്സിൽ ഇന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ്ലി മാനേജ് ഇക്വിറ്റി, ഡെറ്റ് അതുപോലെ ഹൈബ്രിഡ് ഫണ്ടുകളിലെ കുറച്ച് ടൈപ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ സ്റ്റോക്സിൽ ആക്റ്റീവ് ട്രേഡിംഗ് കാരണം ആക്റ്റീവ് ഫണ്ട്സിന് എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും. അപ്പോൾ പാസീവ് ഫണ്ട്സിനേക്കാളും എല്ലാ റിലേറ്റഡ് കോസ്റ്റും കുറച്ചും കൂടി കൂടുതലായിരിക്കും ഇവിടെ. അപ്പോൾ ആക്റ്റീവ് ഫണ്ട്സിന്റെ എക്സ്പെൻസ് റേഷ്യോ 0.5 to 2.5% ഇടയ്ക്കാണ്. അപ്പോൾ ഫണ്ടിൽ ഇക്വിറ്റി ആണോ ഡെറ്റ് ആണോ കൂടുതൽ എന്നതനുസരിച്ചിട്ടായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ഈ ആക്റ്റീവ് ഫണ്ട്സിനൊക്കെ മാർക്കറ്റ് റിസ്ക് ഉണ്ട്. ഇപ്പം ഫണ്ട് മാനേജേഴ്സ് ഹൈ റിസ്ക് അല്ലെങ്കിൽ അണ്ടർ പെർഫോമിംഗ് അസറ്റ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ അത് റിട്ടേൺസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണമാക്കും. സോ പാസീവ് ഇൻവെസ്റ്റിംഗിനും റിസ്കിയർ ആയിട്ട് ഇത് മാറും. ഇനി പാസീവ് ഇൻവെസ്റ്റിംഗ് നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾ ചെറുപ്പത്തിൽ ആമയുടെ മുയലിനെ കഥ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കഥയുടെ മോറൽ എന്തായിരുന്നു? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നല്ലേ. അപ്പോൾ മുയൽ നല്ല സ്പീഡിലോടും, പക്ഷെ ആമയാണ് ജയിക്കണം ഈ ഓട്ടത്തിൽ എന്ന് തീരുമാനിച്ചത്. അപ്പം എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും തുടർച്ചയായിട്ട് എഫേർട്ട് ഇടുക എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. സോ ഇതൊക്കെയാണ് ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് പാസീവ് ഫണ്ട്സിലേക്കുള്ള ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്ന കുറച്ച് കോട്ട്സ്. അപ്പം പാസീവ് ഇൻവെസ്റ്റിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിലേക്ക് നിഫ്റ്റി 50 അല്ലെങ്കിൽ BSE സെൻസസിൽ സ്റ്റോക്സ് മിറർ ചെയ്തുകൊണ്ട് ലോങ് റണ്ണിൽ സമ്പത്ത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്യമിടുന്നത്. സോ ഇൻഡെക്സിലെ സെയിം സ്റ്റോക്സിലേക്ക് സെയിം പ്രൊപ്പോർഷനിലാണ് ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യണം. പാസീവ് ഫണ്ട്സ് ഇൻഡെക്സിലെ മൂവ്മെന്റ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ട്രാക്കിംഗ് എറർ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ട്രാക്കിംഗ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് അതുപോലെ സ്കീമിന്റെ ഇൻഡെക്സ് തമ്മിലുള്ള ഡീവിയേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഫണ്ട് മാനേജേഴ്സിന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് ഫണ്ട് ഇൻഡെക്സ് കറക്റ്റ് ആയിട്ട്
ആയിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുകയാണ്. അതുപോലെ തന്നെ ആക്റ്റീവ് ഫണ്ട്സിനെ പോലെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് നേടുന്നതിൽ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പാസീവ് ഫണ്ട്സിന്റെ ഫണ്ട് മാനേജേഴ്സിന് ചെറിയൊരു റോളേ ഉള്ളൂ. അപ്പൊ അവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് നല്ല സ്റ്റോക്ക് റിസർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പാസീവ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് വഴിയുണ്ട്. ഒന്ന്, നമുക്ക് ഇൻഡെക്സ് ഫണ്ടിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. രണ്ടാമത് നമുക്ക് ETF നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സിലേക്ക്. അപ്പം ഇവിടെ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. ETF നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാം, ഇൻഡെക്സ് ഫണ്ട് പോലെയല്ല. അപ്പോൾ ഇൻഡെക്സ് ഫണ്ട് അതുപോലെ ETF പല സെക്ടേഴ്സ് അതുപോലെ ഇൻഡസ്ട്രിയിലുള്ള സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ അനുവദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്കൊന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു മാർക്കറ്റ് സെക്ടർ അണ്ടർ പെർഫോം ചെയ്താൽ, ലൈക്ക് ഇപ്പം IT സെക്ടറൊക്കെ മോശമാണെങ്കിൽ ബാസ്ക്കറ്റിൽ ബാക്കിയുള്ള ഒരു ഓവറോൾ പോർട്ട്ഫോളിയോനെ സപ്പോർട്ട് ചെയ്യും. സോ ഒരു അണ്ടർ പെർഫോമൻസ് നമ്മളെ അത്ര അങ്ങ് ബാധിക്കില്ല. അപ്പോൾ ഇതാണ് നിഫ്റ്റി 50 ഇൻഡെക്സിലെ സാമ്പിൾ സെക്ടർ വൈസ് അലോക്കേഷൻ വരുന്നത് ഇങ്ങനെയാണ്. അപ്പം ആക്റ്റീവ് ഫണ്ട്സിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ പാസീവ് ഫണ്ട്സ് ആണ് കുറച്ചും കൂടി കോസ്റ്റ് എഫിഷ്യന്റ്. കാരണം അവർക്ക് ഒരുപാട് സ്റ്റോക്സ് റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് സ്റ്റോക്സ് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പാസീവ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ഓവറോൾ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസ് അനുസരിച്ച് ക്ലോസ് റിട്ടേൺസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. സോ മാർക്കറ്റ് ഇൻഡെക്സിന്റെ പെർഫോമൻസ് മറികടക്കുന്ന റിട്ടേൺസ് നേടാനുള്ള ചാൻസ് നിങ്ങൾ മിസ്സാക്കണ്ട. അപ്പം വൈൻ പോലെയാണ്, അതായത് കാലം കഴിയും തോറും പാസീവ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു സമ്പത്ത് ലോങ് റണ്ണിൽ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ പറഞ്ഞതിനൊക്കെ ബാക്കപ്പ് ആയിട്ട് എന്ത് ഡാറ്റയാണ് എന്നുള്ളത് നിങ്ങളിപ്പോൾ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്കറിയാവോ, 2008 വാരൻ ബഫറ്റ് പാസീവ് ഫണ്ട്സിൽ ഒരുപാട് ബുള്ളിഷ് ആയിരുന്നതിനാൽ 2008 അദ്ദേഹം $1 മില്യൺ ബെറ്റ് പ്രോത്തുഷ പാർട്ട്നേഴ്സ് ആയിട്ട് വെച്ചു. അപ്പൊ ബെറ്റ് ഇതായിരുന്നു, S&P 500 ഇൻഡെക്സ് ഫണ്ടിൽ ഒരു ഹെഡ്ജ് ഫണ്ട് ആക്റ്റീവ് ഫണ്ട്സിനെ 10 വർഷത്തിൽ മറികടക്കുമെന്ന്. അപ്പോൾ ഈ ഒരു ബെറ്റിൽ വാരൻ ബഫറ്റ് ആണ് ജയിച്ചത്. പക്ഷെ ഇന്ത്യയിൽ എങ്ങനെയാണ് മാർക്കറ്റ് ഇൻഡെക്സിനെതിരെ ആക്റ്റീവ് ഫണ്ട് മാനേജർമാർ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ഇപ്പോൾ 2013 മുതൽ ഇന്ത്യയിലെ ആക്റ്റീവ് വേഴ്സസ് പാസീവ് ഫണ്ടുകൾ പെർഫോമൻസിനെ കുറിച്ച് ഏറ്റവും ആധികാരികമായ പഠനമായ സ്പിവ ഇന്ത്യ സ്കോർ കാർഡ് 2022 അനുസരിച്ച് 88% ആക്റ്റീവ്ലി മാനേജ് ലാർജ് ക്യാപ് ഫണ്ടുകൾ അവരുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ BSE സെൻസെക്സ് 100നെ 2022 പിന്നിലാക്കി. അപ്പോൾ കൂടുതൽ ആഴത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 31 ഡിസംബർ 2022 പ്രകാരം 80%-ലധികം ഇക്വിറ്റി ലാർജ് ക്യാപ് ഫണ്ടുകൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെ 1, 3 അതുപോലെ 5 വർഷത്തെ ടൈം ഫ്രെയിമിൽ മറികടക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ 10 വർഷത്തിലധികം ടൈം ഫ്രെയിമിൽ 30% മാത്രമേ ഔട്ട് പെർഫോം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ലോങ് ടേമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത കാറ്റഗറിയാണ് ഇക്വിറ്റി, മിഡ് ക്യാപ് അതുപോലെ സ്മോൾ ക്യാപ് ഫണ്ട്സ് ആണ്. പ്രത്യേകിച്ച് 10 വർഷ കാലയളവിൽ 2022 ഡിസംബർ അവസാനം ഈ ഒരു ഫണ്ടുകളിൽ 2-1 S&P BSE 400 മിഡ് സ്മോൾ ക്യാപ് ഇൻഡെക്സിനെ മറികടന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആക്റ്റീവ്ലി മാനേജ് ഫണ്ട്സിനെ അവരുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയിട്ട് ആവറേജ് പെർഫോമൻസ് നമുക്ക് കമ്പാരിസൺ നോക്കാം. അപ്പോൾ ടൈം ഫ്രെയിമിൽ ഇക്വിറ്റി ലാർജ് ക്യാപ് ഫണ്ടുകൾ അവരുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ S&P BSE 100നെ അണ്ടർ പെർഫോം ചെയ്തേക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതേ സമയത്ത് നമുക്കിത് ഇക്വിറ്റി, മിഡ് ആൻഡ് സ്മോൾ ക്യാപ് ഫണ്ടുകൾ പറയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ 3 വർഷത്തിനിടയിൽ അവരുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് BSE 400നെ അപേക്ഷിച്ച് മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചേക്കുന്നത്. എന്നാലും ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ഈ ഒരു അസസ്മെന്റ് അണ്ടർ പെർഫോമൻസിന്റെ ഒരു കംപ്ലീറ്റ് വ്യൂ നമുക്ക് തരുന്നില്ല. കാരണം ആക്റ്റീവ്, മിഡ് ക്യാപ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് ഫണ്ടിന് അവരുടെ പോർട്ട്ഫോളിയോയുടെ 35% വരെ മിഡ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് അല്ലാതെ വേറെ എന്തെങ്കിലേക്കും അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. കൂടാതെ സ്പിവ റിപ്പോർട്ടിന് ചില പരിമിതികളും ഉണ്ട്. ഉദാഹരണത്തിന് ഇത് മിഡ് ക്യാപ് 150, സ്മോൾ ക്യാപ് 250 ഇൻഡെക്സുകളുമായി മിഡ് സ്മോൾ ക്യാപ് ഫണ്ടുകളുടെ റിട്ടേണുകളെ നേരിട്ട് കമ്പയർ ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഭാഗത്തിലെ ആക്റ്റീവ് ഫണ്ട് മാനേജർമാരുടെ ഔട്ട് പെർഫോമൻസ് അളവ് കാണേണ്ടതായിട്ട് നമ്മൾ ഇരിക്കുന്നു. ഇതുകൂടാതെ 2 കാര്യങ്ങളും കൂടി നമ്മൾ നോക്കണം. അപ്പോൾ ആദ്യത്തെ ആക്റ്റീവ്ലി മാനേജ് ഫണ്ട് അതുപോലെ പാസീവ്ലി മാനേജ് ഫണ്ടുകളുടെ കോസ്റ്റ് ഡിഫറൻസ്. അപ്പോൾ ഓൺ ആൻ ആവറേജ് പാസീവ് ഫണ്ട്സ് ആക്റ്റീവ് ഫണ്ട്സിനേക്കാളും 0.8% ലെസ് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഇപ്പോൾ ആക്റ്റീവ് ഫണ്ട്സിന്റെ കോസ്റ്റ് ഡിഫറൻസ് എക്സീഡ് ചെയ്യുന്ന റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കോസ്റ്റ് എഫിഷ്യൻസിയുടെ ടേംസിൽ പാസീവിനെതിരായിട്ട് നമുക്ക് നേട്ടം നൽകുന്നില്ല എന്നാണ്. ഇനി മ്യൂച്വൽ ഫണ്ട് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാരാമീറ്റർ ആണ് റിസ്ക്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വഴി മ്യൂച്വൽ ഫണ്ടുകൾ വോളറ്റിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇത് കണക്കാക്കുന്ന ആവറേജ് ഹിസ്റ്റോറിക്കൽ റിട്ടേൺസ് നിന്ന് മ്യൂച്വൽ ഫണ്ട്സ് എത്ര റിട്ടേൺസ് ആണ് നൽകിയേക്കുന്നത് ഇതനുസരിച്ചിട്ടാണ്. ഇനി ഒരു ഫണ്ടിന്റെ റിസ്ക് അഡ്ജസ്റ്റഡ് പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള ഒരു റേഷ്യോ ആണ് ഷാർപ്പേ റേഷ്യോ. അതായത് ഇപ്പോൾ ഒരു ഫണ്ട് കൂടുതൽ റിസ്ക് എടുത്തുകൊണ്ട് കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫണ്ടിന് ലോ ഷാർപ്പേ റേഷ്യോ ആയിരിക്കും ഉണ്ടാവുന്നത്. അതായത് റിസ്ക് ഫ്രീ റേറ്റിന് മുകളിൽ 1 യൂണിറ്റ് റിട്ടേൺ നേടാൻ ഫണ്ട് എടുക്കുന്ന റിസ്ക് ആണിത്. അപ്പോൾ ഷാർപ്പേ റേഷ്യോ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് ബെഞ്ച് മാർക്കിനെ കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഫണ്ട് കൂടുതൽ റിസ്ക് എടുത്തുകൊണ്ട് കൂടുതൽ റിട്ടേൺസ് നേടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇനി നമുക്ക് ലാർജ് ക്യാപ് ഇക്വിറ്റി ഫണ്ട് കാറ്റഗറി ഒരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് വെച്ച് അവരുടെ ആവറേജ് റിസ്ക് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ബെഞ്ച് മാർക്ക് BSE 100 ഇൻഡെക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ കാണാം ലാർജ് ക്യാപ് കാറ്റഗറി ഓൺ ആൻ ആവറേജ് ഹൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതുപോലെ ലോ ഷാർപ്പേ റേഷ്യോ ആണ്.
സോ ഇത് കാണിക്കുന്നത് എന്താണ്, ആക്റ്റീവ്ലി മാനേജ് മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിനെ വെച്ച് നോക്കുമ്പോൾ ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ റിവാർഡിങ്. എന്നാലും മാർക്കറ്റ് കുറച്ചും കൂടി വൈഡായിട്ട് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയും കൂടി നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ ഫ്ലെക്സി ക്യാപ് കാറ്റഗറിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിലെ ആവറേജ് വോളറ്റിലിറ്റി അല്പം ഉയർന്നതായിട്ട് കാണാമെങ്കിലും ബെഞ്ച് മാർക്ക് ഇൻഡെക്സിന് ബെറ്റർ ഷാർപ്പ് റേഷ്യോ ഹയർ റിസ്കിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം, അതായത് മുകളിൽ നമ്മൾ കാണിച്ചേക്കുന്ന റിസ്ക് വാല്യൂ റിസർച്ചിലൂടെ കഴിഞ്ഞ 3 വർഷത്തെ കലണ്ടർ മന്ത് റിട്ടേൺസ് അനുസരിച്ചിട്ടാണ്. സോ ഇൻവെസ്റ്റേഴ്സ് ഈ പാസീവ് ഇൻവെസ്റ്റിംഗ് ആസ്പെക്ട്സും കൂടി കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ അവർ മൊത്തത്തിൽ അവർ റിസ്ക് ഫ്രീ അല്ല. സോ പാസീവ് മ്യൂച്വൽ ഫണ്ട്സ് മെയിൻലി ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ സ്റ്റോക്സ് കോപ്പി ചെയ്തുകൊണ്ട് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജിയിലൂടെ വലിയൊരു പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെന്റ് നടത്താണ്ടാണ് ഇത് ചെയ്യുന്നത്. സോ ഇത് ഫണ്ട് മാനേജേഴ്സിന്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ലോ കോസ്റ്റിൽ ലഭിക്കാനും കാരണമാകുന്നുണ്ട്. സോ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്, ആക്റ്റീവ് വേഴ്സസ് പാസീവ് ഇൻവെസ്റ്റിംഗിന്റെ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. സക്സസ്ഫുൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു കോമൺ സെൻസ് ആണ്, അല്ലാതെ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതിലധികം റിസ്ക് എടുത്തുകൊണ്ട് കൂടുതൽ റിട്ടേൺസ് നേടുന്നതിന്റെ പുറകെ പോകുന്നതല്ല. അപ്പോൾ ഇൻഡെക്സ് ഫണ്ട്സ് ആക്റ്റീവ് ഫണ്ട്സിന്റെ അത്രയും എക്സൈറ്റിംഗ് അല്ല, പക്ഷേ ലോങ് റണ്ണിൽ റിട്ടേൺസ് നേടിയെടുക്കാവുന്നതുമാണ്. സോ നിങ്ങളിപ്പം ആക്റ്റീവിലാണോ അതോ പാസീവ് ഫണ്ട്സിലാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും നിങ്ങൾ ആലോചിച്ച് മാത്രമേ എടുക്കാവുള്ളൂ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Mutual fund investments are subject to market risks. Read all scheme-related documents carefully.